ചായനോ? എന്താ ചായ? അത് പിന്നെ ഞാൻ മോളെ അമ്മു, മോളെ ഒന്നിങ്ങോട്ട് വന്നേ. ഈ ചായ അമ്മ വിളിക്കുന്നു, ഞാൻ പൊക്കോട്ടെ? ആ നീ പൊക്കോ. ഓ എൻ്റെ പൊന്നുമുത്തപ്പ, ഇപ്പൊ എന്താ ഇവിടെ നടന്നേ? ഈ ചായ തന്നെ. ഞാനിപ്പോ എന്താണ് ചെയ്യാൻ പോയേ? മോളെ അമ്മു, നീ ഇതൊന്ന് ഡൈനിങ് ടേബിൾ കൊണ്ടുവച്ചേ. ആ അമ്മ, ഞാൻ കൊണ്ടേക്കാം. അല്ല, ഇവർക്ക് എന്ത് പറ്റി? ഓക്കെ, തോന്നിയതായിരിക്കും. ആ പൊന്നു, മോള് പോയിട്ട് മോനെ വിളിച്ചിട്ട് പോയോ? ആ അമ്മ. അളിയോയ്, മൈ ഹാൻസം അളിയോയ്. പൊന്നോ? എന്താ പൊന്നു? മാതാശ്രീ അളിയനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. അളിയനങ്ങ് വന്നാലും. ഒത്തിരി പോലെ തമ്പിലേട്ടി, അളിയനങ്ങ് വന്നോളാട്ടോ. ആ മോൻ വന്നോ? ആ ഇരിക്കേ. അമ്മു, മോനെ വിളമ്പി കൊടുത്തേ. ആ ഇതാ വരുന്നു. മോനെ, എങ്ങനെയുണ്ട് ഫുഡ്? ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമില്ലമ്മ, സൂപ്പർ അല്ല അമ്മയുടെ കൈപ്പുണ്യുണ്ട്. വാ, പൊളിയല്ലമ്മ. അന്നെ മോൻ വയറ് നിറച്ച് കഴിക്കട്ടോ. അല്ലമ്മ, അപ്പൊ നിങ്ങൾ കഴിക്കണില്ലേ? നിങ്ങൾ എന്തിരിക്കാത്ത? ഓ ഞങ്ങൾ പിന്നെ ഇരുന്നോളാം, മോൻ ഇന്ന് കഴിക്കി. എൻ്റെ പൊന്നളിയാ, അളിയൻ പറഞ്ഞതിന് നന്ദിയുണ്ട്. എനിക്ക് വിശന്നിട്ട് വയറ് കണ്ടിയിലേ തന്ന ശബ്ദം ഉണ്ടാക്കാനായിട്ട് താങ്ക് യു അളിയൻ പറഞ്ഞതിന്. അച്ചോടാ, എന്റെ പൊന്നിന് വിശക്കുണ്ടാന്നോ? നീ ഇവിടെ വന്നിരിക്കേ. എന്തമ്മ ഇവിടെ ഇരിക്കാത്ത? വാ, ഞാൻ കഴിച്ചിട്ടിരിക്കുള്ളൂ അമ്മ. ഞാൻ എന്താ ഗസ്റ്റ് ആണോ? എന്തമ്മ? അതല്ല മോനെ. നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാരും കൂടെ വന്നിരിക്കേ. ഹലോ അമ്മ. ആ മോനെ, സുഖാണോ? എന്താ ഫുഡൊക്കെ കഴിച്ചോ? ഓ, ഫുഡൊക്കെ കഴിച്ച് ഇപ്പൊ വന്ന ക്ഷീണത്തിലൊന്ന് കിടക്കാൻ നിൽക്കാന്നു. അപ്പോഴാണ് അമ്മയുടെ വിളി വന്നേ. അവിടെ കഴിച്ചെല്ലാരും? എവിടെന്ന് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ നിന്റെ ഒരു അപ്പന്ന് പറഞ്ഞൊരു ഒരുത്തനുണ്ടല്ലോ, അങ്ങേക്കൊരു കോള് വന്നതാ. എത്ര നേരായി? ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയ ആളാ. 1/2 മണിക്കൂറായി, ഇതുവരെ ഈ ആളെ കാണുന്നില്ല. ഇങ്ങനെ ആളെ നോക്കിയിരിക്കയാ. അമ്മ, പപ്പ വന്നോളും. പപ്പക്ക് കോള് വന്ന കാരണല്ലേ, ഇപ്പൊ വരും. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഓ, എന്ത് പറഞ്ഞാലും അപ്പനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പന്റെ പുന്നാര മോനുണ്ടല്ലോ. അമ്മ മാത്രം എന്നും ഒറ്റയ്ക്ക്. അമ്മ, എന്താമ്മ ഇത്? അമ്മന്റെ ചുന്ദരിയല്ലേ, ചക്കരയല്ലേ? ഓ മതി മതി ഒലിപ്പീരൊക്കെ. എവിടെ എന്റെ മോളെന്തി? അവള് കിച്ചണിലമ്മ. അമ്മ, ഞാൻ ഇനി പിന്നെ വിളിക്കാട്ടോ. ശരി. ഹലോ ഡാ മോനെ, കണ്ണാ വെച്ചോ അവൻ. അവനെന്ത് പറ്റി? ആ അമ്മോ. എന്താണ്, സുഖാണോ? ഓ ഇങ്ങനെയൊക്കെ പോകുന്നു. അല്ല, എപ്പ ലാൻഡായി ഇവിടെ? ഇന്ന് രാവിലെ ലാൻഡ് ആയതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ എന്റെ സ്വീറ്റിനെ കാണാൻ വന്നതല്ലയോ. ഒന്ന് പോ വിചേട്ടാ അവിടെന്ന്. പിന്നെ എവിടെ സാധനം? എനിക്ക് കൊണ്ടുവരാൻ പറഞ്ഞ സാധനം എന്തി? ഓ, നീയൊന്ന് അടങ്ങടി പെണ്ണെ, എല്ലാം എന്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട്. ഇവരുടെ ഈ ഹഗ്ഗിങ്ങും ഈ സംസാരം കേട്ട് നമ്മുടെ നായകൻ അവിടെ ജലസടിച്ച് ഇപ്പൊ തല്ലുന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓ വിചേട്ടാ. ഓ മൈ പൊന്നു. ഓ, പതിയെ പിടിക്കടി പെണ്ണെ. ഓ, എന്റെ നടു. സാരില്ല, ഒരു നടുല്ല പോയാൽ നമുക്ക് സാരില്ല, അത് ഫിറ്റ് ചെയ്ത് നമുക്ക് വേറെ പണിയാ. ഓ, ഇവളെ കൊണ്ട് എന്റെ അമ്മോ, എന്റെ അനിയത്തിയായി പോയി. എന്റെ പോട്ടെ വിചേട്ടാ, അത് കൊച്ചല്ലേ, എന്തേലും പറയട്ടെ. കൊച്ചോ? ഇവളോ? കൊച്ചിനൊന്ന് ഞാൻ നേരിട്ടെന്ന് കാണട്ടെ. കൊച്ചൊന്ന് എന്റെ മുമ്പിൽ വന്ന് ഒന്നും കൂടി നിന്നേ. പോടാ വിച്ചുമാക്കാനെ. ഡീ, നിന്നെയുണ്ടല്ലോ ഞാൻ. ഞാൻ പോയേ, ഞാൻ ഈ ജില്ലയിലുള്ളതല്ലേ. അമ്മോനെ വിച്ചു എപ്പോ എത്തി? ഞാൻ ഇന്ന് രാവിലെ എത്തി ആന്റി. പിന്നെ അളിയനെയും ഇവിടെ കാണാൻ വേണ്ടി വന്നതാ. ഞാൻ കണ്ടിട്ടില്ലല്ലോ അളിയനെ. അപ്പൊ ഒന്ന് സന്ദർശിച്ചിട്ട് വീട്ടിലോട്ട് പോവാന്ന് വെച്ചു.
ഓ, അതെന്തായാലും നന്നായി. മോൻ വല്ലത് കഴിച്ചായിരുന്നാ? ഇല്ല ആന്റി, എനിക്ക് നല്ല വിശപ്പുണ്ട്. ആന്റിയുടെ കൈപ്പുണ്യമുള്ള ഫുഡ് എനിക്ക് തരൂ. വിശന്നിട്ട് കണ്ണ് കാണാൻ പാടില്ല. വാ. വയറ് നിറഞ്ഞു. അല്ലാടി, എവിടെ അളിയനെന്തിയാ കണ്ടില്ലല്ലോ? ഈ ചായ റൂമിലാവും വെച്ചേട്ടാ. വാ, പരിചയപ്പെടാം. അളിയോയ്. സോറി അളിയോ, നിങ്ങളുടെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. സുപ്ലാനെ അളിയനെ കാണണേ, കുറച്ച് തിരക്കായിപ്പോയി. അതാ. സുഖാണോ അളിയ? എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? ഓക്കെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. ഞാൻ ഇവളുടെ കസിനായിട്ട് വരും. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മുറപ്പെണ്ണാണ് ഇവള്. കാര്യം അല്ല, എന്താ എന്നെ ഇങ്ങനെ നോക്കണേ? അയ്യോ, ആളെ നോട്ടം കൊണ്ട് പേടിയാണ്. അയ്യോ, ഇത് അർജന്റ് കോളാ. ഞാൻ ഇത് അറ്റൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വരാട്ടോ. അത് നമുക്ക് പരിചയപ്പെടാട്ടോ അളിയ. അങ്ങനെ വിച്ചു പോയപ്പോഴേക്കും നമ്മുടെ നായകൻ വേഗം വന്ന് ഡോർ ലോക്ക് ചെയ്യുന്നു. ഇച്ചായ എന്തിനാ കഥക്ക് ലോക്ക് ചെയ്തേ? ലോക്ക് ചെയ്തത് എന്തിനാന്ന് മനസ്സിലായില്ലേ? ഇച്ചായനെന്താ ഇങ്ങനെ സംസാരിക്കണേ? എന്തിനാ എൻ്റെ അടുത്തേക്ക് വരണേ? ഇച്ചായനെന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവിടെ നിന്ന് സംസാരിച്ച പോരെ? ഓ, അപ്പൊ എന്റെ പെണ്ണിന് ഞാൻ അടുത്ത് വരുന്ന പേടിയാണോ? ഇങ്ങനെയാന്നല്ലോ ഞാൻ നേരത്തെ അവനെ കെട്ടിപ്പിടിച്ചപ്പോ നിന്റെ പേടി തോന്നുന്നു ഞാൻ കണ്ടില്ലല്ലോ. ഇച്ചായ അത് പിന്നെ അങ്ങനെ നമ്മുടെ നായിക പറഞ്ഞ് തീർക്കണങ്ങാട്ട് മുന്നേ നമ്മുടെ നായകൻ കിസ് ചെയ്യുന്നു. ഇച്ചായ വിടണേ, ഇച്ചായ പ്ലീസ്. അങ്ങനെ നമ്മുടെ അമ്മു ടെവിച്ചായനെ ഭയങ്കര രീതിയിൽ തള്ളുന്നു. ബട്ട് എന്നാൽ അതിൻ്റെ വിപരീതമായി അവൻ ഒന്നും കൂടി അവളെ അവൻ്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ച് വീണ്ടും കിസ് ചെയ്യുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട്. ഇനി ഞാനല്ലാതെ വേറെ വല്ല ആണുങ്ങളുമായിട്ട് കെട്ടിപ്പിടിക്കാനോ കൂടുതൽ സംസാരിക്കാനോ പോയാ ഈ ടെവിയുടെ മറ്റൊരു മുഖം നീ കാണേണ്ടി വരും, കേട്ടല്ലോ? അതിന്റെ കസീന വിച്ചുവേട്ടെ, ഞാന് വിച്ചുവേട്ടൻ സംസാരിക്കുന്ന ഇച്ചായനെന്താ? അമ്മു, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നിന്നോട് ഞാൻ ഒരു വട്ടം പറഞ്ഞു, ഇങ്ങനെ കൺമുമ്പിൽ നിങ്ങൾ സംസാരിക്കണതോ വേറെ വല്ലതും കണ്ട അപ്പൊ ബാക്കി അവിടെ വെച്ച്. അതും പറഞ്ഞ് നമ്മുടെ ടെവി ദേഷ്യത്തോടെ വാതിൽ തുറന്ന് പുറത്തേക്ക് പോകുന്നു. എന്റെ പൊന്നു മുത്തപ്പ, ഇച്ചായനെന്താ? എന്ത് പറഞ്ഞ മനസ്സിലാവാത്തെ? അത് ശരി, ഇവിടെ ആരുമില്ലേ? ഇവരെന്ത് രണ്ടുപേരും? അമ്മു, അളിയോയ്, നിങ്ങൾ എവിടെ? ഡി കുരിപ്പേ, നീ അവർ രണ്ടുപേരും കണ്ടായിരുന്നാ? ഇല്ല, ഞാൻ കണ്ടില്ല. എന്റെ പൊന്നു കർത്താവേ, ഇവള് കടിക്കൂ? ഇല്ല, ഞാൻ മാന്തു. എന്നാ മാന്തണോ? അതും പറഞ്ഞ് നമ്മുടെ പൊന്നോളും ദേഷ്യത്തോടെ പോകുന്നു. ഇവൾക്കെന്താ? മോനെ വിച്ചു, എന്താണ് അവിടെ? എന്താ ഇവിടുന്ന് ശബ്ദം കേട്ടെ? അതൊന്നുമില്ല ആന്റി, ആന്റിയുടെ മോള് ഇവിടുന്ന് ഒന്ന് പൊട്ടിത്തെറിച്ചു പോയതാ. ആണോ? ആ പെണ്ണിനെയും കൊണ്ട്. ആ ഫോട്ടോ ആന്റി. അല്ല ആന്റി, അമ്മൂനെയും അളിയനെയും കണ്ടായിരുന്ന? അവര് റൂമിൽ കാണാനില്ല. അവര് റൂമിലില്ലേ? ഉണ്ടാവൂല അവിടെ. ഇല്ല ആന്റി, ഞാൻ ഇപ്പൊ റൂമിൽ നിന്നാ വരുന്നേ. അവരവിടെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ചോദിച്ചേ. അവളിപ്പോ എവിടെ പോയി? ആ, അതാ വരുന്നല്ലോ അമ്മു. അമ്മൂ, എന്തൊരു ചേട്ടാ? നീ ഇത് എവിടെയായിരുന്നു പെണ്ണേ? ഞാൻ റൂമിൽ നോക്കിയിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ആ, അത് പിന്നെ വിച്ചേട്ടാ, ഞാൻ വാഷ്റൂമിൽ പോയതാ. ഓ, അപ്പൊ അളിയനെന്ത്? അളിയനെ റൂമിൽ കാണുന്നില്ലല്ലോ. ഇച്ചായൻ പുറത്തു പോയി. പുറത്തോ? എവിടേക്ക്? മോനോട് പറഞ്ഞില്ലല്ലോ ഒന്നും. അല്ലമ്മ, ഇച്ചായനൊന്ന് പുറത്ത് പോണെന്ന് പറഞ്ഞു, അപ്പൊ പോയി. എന്നോട് പറഞ്ഞിട്ടാ പോയേ. ആണോ?
അളിയനത് നേരെ സുനെ കാണാൻ പോലും പറ്റിയില്ല, ഒന്ന് നേരെ പരിചയപ്പെടാനും പോലും പറ്റിയില്ല. ഇനിയിപ്പൊ എപ്പ പറ്റാനാണോ എന്തോ. അത് വെച്ചേട്ടാ ഇച്ചായും പെട്ടെന്ന് വരും തോന്നുന്നു. അത് സാരല്ല, നമുക്ക് പിന്നെ പരിചയപ്പെടാം. ആ എന്നാ ആയിക്കോട്ടെ. അങ്ങനെ എന്നാ ആന്റി ഞാൻ ഇറങ്ങട്ടെ. അമ്മു എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇത്ര ഇവിടെ നിന്ന് പോവാണ് മോനെ, കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോവാന്നേ. അത് പറ്റൂല, ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അവിടെ വീട്ടില് മമ്മയും പപ്പയാണെങ്കിൽ അവിടെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അവരൊന്ന് മുഖം കാണിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി പോയില്ലെങ്കിൽ ശരിയാവില്ല. ആണോ? എന്നാ ശരി, എന്നാ സൂക്ഷിച്ചൊക്കെ പോട്ടോ. ഓ ആന്റി, നീ കുരിപ്പേ ഞാൻ പോവാട്ടോ. ഞാൻ പോയേ. അതാ വിജയേട്ടന്റെ അടിക്കും നല്ലത്. അമ്മ ഞാൻ ഒന്ന് റൂമിൽ പോവാട്ടാ, എനിക്ക് തല വേനിക്കണ്ട, ഒന്ന് കിടക്കാട്ടോ ഞാൻ. എന്ത് പറ്റി, വയ്യേ? ഹോസ്പിറ്റലിൽ പോണോ? അതിനൊന്നും ആവശ്യമില്ലമ്മ, ഒന്ന് കിടന്നാ മതി, മാറിക്കോളും. എന്നാ പോയി റെസ്റ്റ് എടുക്ക്, വല്ലതും വേണമെങ്കിൽ വിളിക്കട്ടോ. അമ്മ എന്നാലും ഇച്ചായനെന്താ പെട്ടെന്ന് പറ്റിയേ? ഇങ്ങോട്ട് ദേഷ്യത്തിൽ പോയെങ്കിൽ പേടിയാവുന്നു. വിളിച്ചു നോക്കണോ? വേണ്ട, ചിലപ്പോൾ ദേഷ്യപ്പെട്ടാലോ. വരുമ്പോൾ എന്തായാലും വെച്ച് സംസാരിക്കാം. ഇപ്പം എന്തായാലും കുറച്ചു നേരം കിടക്കാം, ചായ വരുമ്പോൾ എന്തായാലും സംസാരിക്കാം. എന്നാലും അവൾക്ക് അത്ര നന്നായി സംസാരിക്കാനൊക്കെ അറിയോ? അത് അവൻ്റെ അടുത്ത്. എന്നാലും അവനെ എന്ത് ധൈര്യത്തില്ലേ എൻ്റെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് അതിനെ നിന്നു കൊടുക്കാൻ അവളും. ഓ ടി വി, നിനക്ക് എന്താ പറ്റി? എനിക്ക് ഭ്രാന്ത് പിടിക്കണ സീൻ ഇപ്പോഴും കണ്ണിക്കൊണ്ട് നടക്കുക. അവള് എന്ത് നന്നായി അവൻ്റെ അടുത്ത് ചിരിച്ച് സംസാരിക്കണേ. എന്നെ മുമ്പിൽ വരുമ്പോൾ പേടി. അവളുടെ പേടി ഇന്നത്തോടുകൂടി ഞാൻ എല്ലാം തീർത്തു കൊടുക്കുന്നുണ്ട്. സമയം ഇരുട്ടാവാറല്ലോ, എന്ത് ഇച്ചായം വരാത്തെ? മോളെ അമ്മു, എന്താ മോനെവിടെ വന്നാ? ഇല്ലമ്മ, ഇച്ചായി വരും. അന്ന് അമ്മ അങ്ങോട്ടേക്ക്. ഓ പോക്കോ, സീരിയൽ തുടങ്ങാറായല്ലേ, അതെന്തായാലും മുടക്കണ്ട. എന്ത് ചെയ്യാനാ മോളെ, അത് അമ്മയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയില്ലേ? എന്നാ ചിന്നെ ഇച്ചായി വന്നു. അങ്ങനെ നമ്മുടെ ടി വി വീട്ടിലെത്തിയതും അമ്മൂനെ മൈൻഡ് ചെയ്യാണ്ട് റൂമിലോട്ട് പോകുന്നു. ഇത് കാണുന്ന അമ്മൂന് വല്ലാതെ ഫീൽ ആവുന്നു. ഇച്ചായ, എന്താ ഇച്ചായ എന്നോട് മിണ്ടാത്തേ? ഇച്ചായനൊന്നും കഴിച്ചു കാണില്ലല്ലോ. വാ, ഞാൻ ഫുഡ് എടുത്ത് വെക്കാം. എനിക്ക് വേണ്ട. ഇച്ചായ, എന്നോട് ദേഷ്യം ഫുഡിനോട് തീർക്കല്ലേ. വാ ഇച്ചായ, ഫുഡ് കഴിക്കാം നമുക്ക്. അമ്മ ഞാൻ ഒരു വട്ടം പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ടാന്ന്. നീ നിന്റെ കാര്യം നോക്കിപ്പോ. ഇല്ല, ഞാൻ പോവില്ല. ഇച്ചായന്റെ പ്രശ്നം എന്താണെന്നറിയാണ്ട് ഞാൻ പോവില്ല. ഇതും കൂടി കേട്ടപ്പോൾ ടിവിന് ഭയങ്കര രീതിയിൽ ദേഷ്യം വന്ന് നമ്മുടെ അമ്മൂനെ തല്ലുന്നു. അതും പറഞ്ഞ് നമ്മുടെ അമ്മു കരഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു. ഞാൻ എന്താ അവളെ ചെയ്തേ? അപ്പോഴത്തേക്കുള്ള ദേഷ്യം കാരണം ഞാൻ അവളെ. അമ്മ, ഇത് എന്തിട്ട് ഈ കൂടെ ഓടിപ്പോയേ? അമ്മ കണ്ടായിരുന്ന? ഞാൻ ഇതാരോട് പറയാൻ? ഇവിടെ ആന വന്ന് വീടിടിച്ചു മറിച്ചാൽ പോലും അറിയാത്തതാ. അതിനോടാണ് ഞാൻ പറയണേ. എന്നാലും എന്തുട്ട് ഈ കൂടെ പോയിട്ടുണ്ടാവാ? എന്തായാലും പോയി നോക്കാം. എന്നാലും ഇച്ചായനെന്നെ തല്ലാൻ വേണ്ടി ഞാൻ എന്ത് തെറ്റാ ഇച്ചായനോട് ചെയ്ത്? ഇച്ചായനെ ഇഷ്ടമല്ല. ചേച്ചി, അത് ശരി, ചേച്ചിയാണ് ഈ കൂടെ ഓടിപ്പോയേ? ചേച്ചി കരയാണോ? എന്ത് പറ്റി ചേച്ചി? ഒന്നുമില്ല പൊന്നു, ഞാൻ അങ്ങനെ എന്തോ വെറുതെ ആലോചിച്ചിരുന്നപ്പോ കണ്ണ് നിറഞ്ഞു പോയതാ. ചേച്ചി ഓക്കെ അല്ലേ? അപ്പനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടാവല്ലേ? നമ്മുടെ അപ്പ സ്വർഗത്തിൽ ഇപ്പൊ ഇരുന്ന് നമ്മളിതൊക്കെ കാണുന്നുണ്ടാവും അല്ലേ ചേച്ചി? പൊന്നു. അങ്ങനെ നമ്മുടെ പൊന്നുവും അമ്മുവും അങ്ങനെ കുറച്ചു നേരം അവരുടെ അപ്പയോട് സംസാരിച്ചതിന് ശേഷം അവർ അകത്തേക്ക് പോകുന്നു. പൊന്നു, ഞാൻ റൂമിലോട്ട് പോവാട്ടോ. ചേച്ചിക്ക് ഫുഡ് വേണ്ട? ഒന്നും കഴിച്ചില്ലല്ലോ. ആവശ്യമില്ല പൊന്നു, ചേച്ചിക്ക് വയ്യ. ചേച്ചി ഒന്ന് പോയി കിടക്കട്ടെ കേട്ടോ. എന്നെ അമ്മയോടും പറഞ്ഞേക്കട്ടോ, ഞാൻ കിടക്ക. നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നോട്ടോ. അല്ലേച്ചപ്പോ അളിയൻ പോയോ?
അങ്ങനെ നമ്മുടെ അമ്മു റൂമിലെത്തിയതും ടെവിനെ മൈൻഡ് ചെയ്യാണ്ട് അവൾ ബാൽക്കണിയിലോട്ട് പോയി അവളെ ആകാശത്ത് നോക്കി അവളുടെ സങ്കടമൊക്കെ അവളുടെ അപ്പയോട് പറഞ്ഞ് കരഞ്ഞു തീർക്കുന്നു. ആൾക്ക് സങ്കടമായിട്ടുണ്ടാവും. അതിന് നോക്കണ പോലില്ല. ഞാൻ തന്നെ എന്തായാലും ചെന്ന് സോറി പറയാം. അങ്ങനെ നമ്മുടെ ടെവി അതും പറഞ്ഞ് ബാൽക്കണിയിലോട്ട് പോയി അമ്മുവിനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്യുന്നു. അമ്മു സോറി അമ്മു, ഞാൻ അപ്പത്തെ ദേഷ്യത്തിന് അറിയാണ്ട് അടിച്ചു പോയതാ. എന്നോട് ക്ഷമിക്കുക അമ്മു. നീ എന്നോട് ഇങ്ങനെ പിണങ്ങിയിരിക്കില്ല, എനിക്ക് സഹിക്കണില്ല. അമ്മു നീ എന്നോടൊന്നും മിണ്ടാത്ത, എന്തെങ്കിലും പറ പെണ്ണേ. ഇച്ചായൻ എന്നെ ശരിക്കും ഇഷ്ടമാണോ? പിന്നെ വിച്ചുവേട്ടൻ അതെൻ്റെ ഏട്ടൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ഇല്ല. ഞങ്ങൾ പണ്ട് മുതലേ അങ്ങനെ കളിച്ച് വളർന്ന് ഒരു ബ്രദറിങ് ബോണ്ടാ, അല്ലാണ്ട് ഒന്നുമില്ല ഇച്ചായ. ഇച്ചായൻ എന്നെ കാര്യല്ല അമ്മു, അറിയാണ്ട് അപ്പത്തെ ഇതിൽ അടിച്ചു പോയതല്ലേ, സോറി. അതും പറഞ്ഞ് ദേവി നമ്മുടെ അമ്മുവിനെ തിരിച്ചു നിർത്തി കെട്ടിപ്പിടിച്ച് അവളെ സമാധാനിപ്പിക്കുന്നു. അമ്മു എന്താ ചായ? ലവ് യുടി പെണ്ണെ. ഇനി നീ എൻ്റെ കൂടെ എന്നും വേണം. ഇനി എൻ്റെ പെണ്ണിനെ ഞാൻ ഒരു തുള്ളി പോലും കരയാൻ സമ്മതിപ്പിക്കില്ല. നിന്റെ കൂടെ എന്നും ഞാനുണ്ട്. ലവ് യു ടു ഇച്ചായ. ഞാൻ എൻ്റെ ഇച്ചായനെ ദേഷ്യപ്പെടുത്തുന്നതും വിഷമിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. ഓ അതൊക്കെയാണ് നിൽക്കട്ടെ, എനിക്കൊരു ഉമ്മ തന്നെ, അതും ദേ ഇവിടെ. ആ അത് പിന്നെ ഇച്ചായ, ഇത് ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ. വാ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. അതും പറഞ്ഞ് നമ്മുടെ അമ്മു തിരിഞ്ഞു പോകുമ്പോൾ ടെവി അവളുടെ കൈ കയറി പിടിക്കുന്നു. എങ്ങോട്ടേക്കാ എൻ്റെ പെണ്ണിത്ര ധൃതിയിൽ പോകുന്നേ? എനിക്ക് ഫുഡ് വേണ്ട, എൻ്റെ ഫുഡെല്ലാം എൻ്റെ മുമ്പിൽ നിൽക്കണേ, എനിക്കിത് മതി. അതുകൊണ്ട് ഇച്ചായൻ്റെ പെണ്ണ് ഇച്ചായനൊരു ഉമ്മ പെട്ടെന്ന് അത് കെട്ടിപ്പിടിച്ച്. ഇച്ചായ അത് ഓ എൻ്റെ പെണ്ണിൻ്റെ പേടി ഇതുവരെ മാറിയിട്ടില്ലേ? സാരില്ല, ഇച്ചായനെടുത്തോളാം. അതും പറഞ്ഞ് നമ്മുടെ ടെവി അമ്മുവിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. ഇച്ചായ സോറി അമ്മു, ഇനി എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അതും പറഞ്ഞ് നമ്മുടെ ടെവി അവളെ ചേർത്ത് പിടിച്ച് ഗാഢമായി ചുംബിക്കുന്നു.